ദാറ്റ് മീൻസ് ഇതെല്ലാം പോകുന്നത് ആത്മീയതയിലേക്കാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൊഡാലിറ്റി പ്യുവർലി ഒരു ഫിസിക്സ് ആണ് ഇത്. എന്നാൽ ആത്മീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്പർ 1 ഒരു സംഭവമാണ്. ആ ഒരു ശൂന്യതേനെയാണ് ഇവിടെ എല്ലാവരും മോക്ഷം. നമ്മളെല്ലാവരും കണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഗുരു. ആ ഗുരുവില് പറയുന്നുണ്ട് അത് കണ്ണ് കാണുന്ന അതിമനോഹരമായ ലോകമുണ്ട് ഇവിടെ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സൗണ്ട് ഹീലർ രാജേഷ് ബാലൻ സർ ആണ്. സർ, വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. താങ്ക് യു. പലതരത്തിലുള്ള ഹീലിംഗ്, റേക്കി തന്നെ പലതരം ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മന്ത്രവാദം അല്ലെങ്കിൽ ജ്യോത്സ്യം, ഇതിൽ നിന്നെല്ലാം മാറി റേക്കി, ഹീലിംഗ്, ആത്മീയത, അങ്ങനെ പല 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 കാറ്റഗറീസ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കേട്ട ഒന്നാണ് സൗണ്ട് ഹീലിംഗ്. എന്താണ് സത്യത്തിൽ ഈ സൗണ്ട് ഹീലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ ശബ്ദം ഉപയോഗിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ ഓരോ തലങ്ങളിൽ, അതായത് മനസ്സ് വികാരങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി ഉയർന്ന തലത്തിലുള്ള വികാരങ്ങൾ, അതായത് സ്നേഹം, സന്തോഷം, എൻലൈറ്റ്മെന്റ് തുടങ്ങിയ ആ ഒരു വികാരത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഇപ്പൊ നമുക്കൊരു ബൗള് അപ്പൊ ഇത് മാത്രം കണ്ടുകൊണ്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ്? അതായത് നമ്മൾക്ക് ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ദേഷ്യം, വൈരാഗ്യം, അസൂയ, സങ്കടം, സ്നേഹം, സന്തോഷം, അങ്ങനെ തുടങ്ങി ഒരു ഒട്ടനവധി വികാരങ്ങൾ നമ്മുടെ സൈഡിലുണ്ട്. ഇതെല്ലാം ഉള്ളിൽ നിൽക്കുന്നത് മനസ്സിനകത്താണ്. മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതിനെല്ലാത്തിനും ഓരോ വൈബ്രേഷനുകളാണ് ഈ വികാരങ്ങൾക്കൊക്കെ. അതിൽ ലോവർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വികാരങ്ങളാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ തുടങ്ങിയ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അവിടെ മുകളിലേക്ക് പോകുന്നതാണ് ജോയ്ഫുള്ള്, എൻലൈറ്റ്മെന്റ്, ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വികാരങ്ങളാണ് മുകളിലെ വികാരങ്ങളായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം നമ്മുടെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നത് ഈ ഇമോഷൻസിനെയാണ് എഫക്ട് ചെയ്യുക. ഈ ഇമോഷനെ നമ്മൾ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശബ്ദത്തിന് കഴിയും. അത് നമ്മളിപ്പോ വെറുതെ ചുമ്മാ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്ക് ചിന്തിക്കുക ഇത് ശബ്ദം എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിക്കാലത്ത് പെട്ടെന്നായിരിക്കും ഒരു വെടി പൊട്ടണ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിക്കും. ഓക്കെ, ഇത് ഈ ശബ്ദത്തിനാണ് നമ്മുടെ വികാരങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ. ഫോർ എക്സാമ്പിൾ ഒരാളെ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്നതും അത് ദേഷ്യപ്പെട്ട് വിളിക്കുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അയാൾ പുറപ്പെടുവിക്കുന്നത് ഒരു ശബ്ദം മാത്രമാണ്. ഓക്കെ, ആ ശബ്ദത്തിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വികാരം ടോൺ നമുക്ക് ഭയങ്കരമായിട്ട് ഉയർത്തും. നമ്മളെ വൈകാരികമായിട്ട് നമ്മൾ ഉയർത്താൻ സാധിക്കും. എന്നാൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഈക്വൽ ദേഷ്യത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ചിന്തകൾ വേറെ രൂപത്തിലായിരിക്കും. ഇത്ര നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ ദേഷ്യപ്പെട്ടു എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് അതിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ഇന്റേണലി ഹേർട്ട് ആവണം. ഹേർട്ടായിട്ട് നമ്മൾ താഴെ നിൽക്കുന്ന ആ വൈബ്രേഷനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ കേൾക്കണത്? ഒരു ശബ്ദമാണ്. അയാൾ നമ്മളെ തല്ല് അല്ലെങ്കിൽ അയാൾ നമ്മളെ വേറെ ഉന്തിയിടുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ശബ്ദത്തിന് നമ്മളെ ഉയർച്ചയും താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് കുറെ സൂത്തിങ് സൗണ്ടുകളുണ്ട്. നമുക്ക് സൗണ്ടിനെ പല രൂപത്തിലായിട്ട് വേർതിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇന്നർ സൗണ്ട്, ഔട്ടർ സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഔട്ടർ സൗണ്ടുകളായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു തോന്നലുകൾ ഉണ്ടല്ലോ, അത് ഇന്നർ സൗണ്ട് ആയിട്ടും കൺസിഡർ ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഇന്നർ സൗണ്ടിനും വൈബ്രേഷൻ ഉണ്ട്, ഔട്ടർ സൗണ്ടിനും വൈബ്രേഷൻ ഉണ്ട്. ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നർ സൗണ്ടാണ് ഉപയോഗിക്കുക. അതായത് നമുക്ക് ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മളെ മനസ്സിലാണ് പ്രാർത്ഥിക്കുക. അത് പുറത്താരും ഉച്ചത്തിൽ വിളിച്ച് പറയുന്നവരും ഉണ്ടാവുമായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഇന്നർ സൗണ്ടിന് ഭയങ്കര പവറാണ്. അതിലും വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴും അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ 2 ടൈപ്പ് സൗണ്ടുകളാണ് ഉള്ളത് നമുക്ക് മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഔട്ടർ സൗണ്ടിൽ തന്നെ കൺസ്ട്രക്റ്റീവ് സൗണ്ട് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് സൗണ്ട് എന്നും പറയുന്നത്. അതായത് കൺസ്ട്രക്റ്റീവ് സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സൂത്തിങ് സൗണ്ടുകളാണ്. ബേർഡ്സിന്റെ സൗണ്ട്, മഴ പെയ്യുന്ന സൗണ്ട്, വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സൗണ്ടുകളുണ്ട്. ഫ്ലൂട്ട്, ഇതൊക്കെ വരുന്നതൊക്കെ സൂത്തിങ് സൗണ്ടുകളാണ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് സൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇടിവെട്ടണത് ഡിസ്ട്രക്റ്റീവ് സൗണ്ടാണ്. ഹോണടി, ആളുകളുടെ കലപില, ഇതൊക്കെ ഡിസ്ട്രക്റ്റീവ് സൗണ്ടുകളാണ്. ഇപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോ ചില മ്യൂസിക്സില് ചില സപ്ലിമെന്റ്സ് ആഡ് ചെയ്തിട്ട് ഒരു പാട്ടിന് ചിലപ്പോ ഒരു മനുഷ്യനെ സൂയിസൈഡിന്റെ അറ്റത്ത് വരെ എത്തിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതും ഈ സൂയിസൈഡ് ഒക്കെ വേറൊരു തലാണ്. ഈ ഇതില് മ്യൂസിക്കില് തന്നെ നമുക്ക് ഒരു ഇതുപോലുള്ള നല്ല ചിന്തകൾക്ക് വേണ്ടിയിട്ടുള്ളതും ചെയ്യാൻ പറ്റും. പാട്ടിലൂടെ തന്നെ പാട്ട് കേൾക്കുന്നത് നല്ലതാണ്. ഇപ്പം ചിലര് മറ്റേ ഒരു BTS എന്നൊക്കെ പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് ഇതുണ്ടായിരുന്നില്ലേ, അപ്പൊ അതില് ചില കുട്ടികൾ അഡിക്റ്റ് ആയി പോയി. അപ്പം ചില സോങ്സിൽ ചില സപ്ലിമെന്റ്സ് ആഡ് ചെയ്തിട്ട് അവരെ വേറെ രീതിയിലേക്ക് മാറ്റുന്നെല്ലാം ചില റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയായിരിക്കാം. ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കല്ല ഞാൻ പോകുന്നത്. അതായത് ഇത് ഉപയോഗിക്കുന്നത് ടിബറ്റൻ ബുദ്ധ സന്യാസിമാര് അവരുടെ മൊണാസ്ട്രികളില്, അവരുടെ ഹൈ എൻഡ് ആളുകള് അവരുടെ മനസ്സിനെ ഉയർന്ന തലത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, ഇതില് ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഈ സിംഗിങ് ബോളിൽ ഉപയോഗിച്ചിട്ട്. പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മൾ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഈ സിംഗിങ് ബോൾ എവിടെയാ കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ചോദ്യങ്ങളും എൻ്റെ അടുത്ത് വരാണ്. അതായത് സിംഗിങ് ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥലത്തുനിന്നും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഈ വാങ്ങിക്കാൻ കിട്ടുന്ന ബൗൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് വെറുതെ ചുമ്മാ തട്ടിയാലൊന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല ഇതിനകത്ത്. അതിന് കൃത്യതയോട് കൂടിയിട്ട് അതിന്റെ കുറെ മീറ്ററുകളുണ്ട്, അതിലൂടെ തന്നെ കടന്നു പോകണം. അപ്പോഴാണ് ആ മാറ്റം നമ്മളിൽ സംഭവിക്കുക. നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ അത് സാധിക്കുക. പല ആളുകളും വെറുതെ ചുമ്മാ തട്ടും. അത് അങ്ങനെ തട്ടിയാലൊന്നും ഇത് വർക്ക് ചെയ്യില്ല. ഇതിനൊരു ഋതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഓരോ മൈൻഡ് ടു മൈൻഡും ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോണ കുറെ കാര്യങ്ങളുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരാളെ ക്ലിയർ ആയിട്ടും നമുക്ക് എന്താ പറയാ, ഒരു ഹീലിങ്ങിന് വിധേയമാക്കിയിട്ട് അയാളെ നല്ല രീതിയിലാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചുമ്മാ ഇത് തട്ടുന്നതിലൊന്നും ഒരർത്ഥം ഇന്നവരെ ഇല്ല. കൃത്യമായിട്ടുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ നേടിയെടുത്താൽ മാത്രമാണ് ഇത് ഈ ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെയും ഇതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഡിസൈപ്പിള്, ഒരു ശിഷ്യൻ അങ്ങനെയുള്ള രീതിയിൽ ആരും ഇന്ന് വരെ എന്നെ സമീപിച്ചിട്ടില്ല. എല്ലാവർക്കും ഇത് വേണം, ഇത് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആളുകൾ വരുന്ന വിചാരിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്, എന്നോട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നെറ്റ് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് അവര് എസ്കേപ്പ് ആവണ പതിവ്. അതായത് അവർക്ക് വരാൻ സാധിക്കില്ല. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടൊരു യോഗം ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് കേൾക്കാനും നമ്മളുടെ ഈ വീഡിയോ തന്നെ കാണാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനും സാധിക്കുള്ളൂ. അവർക്ക് കൃത്യ ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കാണാനും ഇതിനെക്കുറിച്ച് അറിയാനും സാധിക്കുള്ളൂ. ഇപ്പോ നമ്മളിപ്പോ ഇത് സൗണ്ട് ഹീലിംഗ്, ഇപ്പൊ സാറ് പറഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിലെ ചിന്തകളെ മാറ്റുക, അങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു. അപ്പൊ അതേ സമയം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പൊ സാറിന് ഇപ്പം നമ്മളെ വീഡിയോ കാണുവാണെങ്കിലും ഇപ്പം എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ഇപ്പം ഇതിനൊരു ജ്യോതിഷം എന്നൊരു വശത്തേക്ക് നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു മൊഡാലിറ്റി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ആസ്ട്രോളജി, പിന്നെ റെയ്ക്കി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മൊഡാലിറ്റികൾ നമ്മൾ ഈ കേരളത്തിൽ നല്ല ലോകത്തിലെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇതായിട്ട് ഇതിനെ ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്.
ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ മൊഡാലിറ്റികളും, അതായത് ഈ ആസ്ട്രോളജി ആയിക്കോട്ടെ, പൂജകളായിക്കോട്ടെ, അമ്പലങ്ങളായിക്കോട്ടെ, പള്ളി, എല്ലാ സാധനങ്ങളും എല്ലാം പോകുന്നത് ഒരേ ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇതെല്ലാം ഒരു ഒരു എന്താ പറയാ, നദികളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് ഈ പറയുന്ന നമ്മളുടെ സൗണ്ട് ഹീലിംഗ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ മൊഡാലിറ്റികളും, ഹോസ്പിറ്റലുകളും, ഇതൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ചെന്ന് ചേരുന്നത്, ഇതെല്ലാം നദികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ചെന്ന് ചേരുന്നത് കടലിലേക്കാണ്. ദാറ്റ് മീൻസ് ഇതെല്ലാം പോകുന്നത് ആത്മീയതയിലേക്കാണ്. പക്ഷെ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൊഡാലിറ്റിയാണ്. നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല, അത്ര സ്പീഡിലാണ് ഇതിന്റെ ആക്ഷൻ നടക്കുക. അതായത് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, അതായത് നമ്മളുടെ മനസ്സിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. എല്ലാം മനസ്സിനെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാം അതിൻ്റെതായ സമയം എടുത്തുകൊണ്ടാണ് ഇതെല്ലാം എഫക്റ്റ് ആവുക. സമയങ്ങൾ എടുക്കും ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, കുറെ ദൂരങ്ങൾ താണ്ടണം എല്ലാത്തിനും. പക്ഷെ ഇതിന് അങ്ങനെ ഇതിന്റെ ആവശ്യമില്ല. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് ഇതിന്റെ ഒരു പ്രോസസ് ടൈം എന്ന് പറഞ്ഞാൽ 1 hour ആണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ഈ 1 hour കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. അത് ഇത്രയും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു മൊഡാലിറ്റിയാണ് ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്തതാണ്. എല്ലാം ട്രൈ ആവും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, ആരെയും കുറ്റം പറയണത് ഒന്നുമല്ല. പക്ഷെ അതിന് അതിൻ്റെതായ സമയം എടുത്തിട്ടാണ് കയറുക. പക്ഷെ ഇതിൽ വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ആവും. അതായത് നമ്മളൊരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരു സ്പേസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ശബ്ദം, ആ ഈ ശബ്ദം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വൈബ്രേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനിപ്പോ നമുക്കൊരു സയൻസ് അതുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് ഇത് നമുക്കിപ്പോ പ്യുവർലി ഒരു ഫിസിക്സ് ആണ് ഇത്. ശബ്ദത്തിന്റെ ഓരോ നമ്മൾ സയൻസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ശബ്ദത്തിന് വേണ്ട എല്ലാ അതിന്റെ ആവൃത്തികളും ഓരോ ഫ്രീക്വൻസി ലെവലുകളും ഇതൊക്കെ നമ്മൾ പ്യുവർ ഫിസിക്സ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ഫിസിക്സ് രൂപത്തിലൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലിയർ ആയിട്ട് അതിൽ മനസ്സിലാവും. എന്നാൽ ആത്മീയ തലത്തിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്പർ 1 ഒരു സംഭവമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിത്തവൃത്തി നിരോധനം, അതായത് മനസ്സിലെ ചിന്തകളെ നിർത്താനായിട്ട് കഴിയുന്ന ഒരേ ഒരു ഉപാധി ഇത് മാത്രമുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ചിന്തകളെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യും. ചിന്തകൾ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകളുടെ എൻഡിൽ ദർ ഇസ് എ സ്പേസ് എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ശൂന്യത. ആ ശൂന്യതയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയാം. അവിടെ ആ ഒരു ശൂന്യതേനെയാണ് ഇവിടെ എല്ലാവരും മോക്ഷം അല്ലാന്നുണ്ടെങ്കിൽ ഈ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ആ ശൂന്യത തന്നെയാണ് പറയുന്നത്. ഇത് തേടിയാണ് ഈ ലോകത്തെ എല്ലാ ആളുകളും നടക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ വിഷമിച്ചുകൊണ്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ കർമ്മങ്ങളിൽ കെട്ടുകളിൽ കിടന്ന് ആകെ തകർന്നടിഞ്ഞ് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഓരോ ദിവസങ്ങളിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്പേസിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് പിന്നീട് അയാളുടെ ജീവിതത്തെ ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ആരും പിന്താകാനോ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. അയാളെ തന്നെ പുഷ് ചെയ്ത് ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് അയാൾക്ക് സാധിക്കും. സാർ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഒരു സൗണ്ട് ഹീലിംഗ്? ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഒരു 18 വർഷം ഞാൻ വർക്ക് ചെയ്തു IT ജീവിതം ആയിട്ട്. അപ്പൊ ഒന്നും എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ചിന്തിക്കുക അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കോഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇന്ത്യയിലും കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ പുറത്ത് ദുബായിക്ക് പോയി. ദുബായിലാണ് ഈ 18 വർഷം ജീവിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതം എല്ലാവർക്കും അറിയാവുന്ന രീതിയിലൊരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആള് എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ജീവിച്ചു വന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരാളാണെന്ന് അതിന് വേണ്ടിയിട്ട് ജനിച്ചേക്കണമെന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഇതെങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറെ വീട്ടിലെ കുറെ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടായി. അതായത് എൻ്റെ അമ്മ മരിക്കുന്നു, അപ്പോൾ വീട്ടിൽ ആരുമില്ല. അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഞാൻ എൻ്റെ തോളിലേറ്റേണ്ടി വന്നു എനിക്ക്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ കവച്ചു വെച്ച് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ അതിൽ എനിക്ക് കുറെ ഇടറിച്ച, അതായത് കാലിടറി വീണ പോലെ ഞാനും കുറെ തകർന്നു പോയി. അപ്പൊ അന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതായത് നമ്മളെ മനസ്സൊക്കെ തകർന്നിരുന്ന സമയത്താണല്ലോ നമ്മുടെ ഭഗവത്ഗീതയിൽ ഉണ്ടാവുന്നതും, അതായത് അർജുനന്റെ ഉണ്ടായ ആ പ്രശ്നങ്ങളും അവിടുന്ന് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നു, സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഈ ഭഗവത്ഗീത. അപ്പൊ ഞാൻ ആലോചിച്ചു, അതായത് എനിക്കിത് ഇത്രയും ഇടറി വീണു ഞാൻ, അപ്പൊ എന്നെ രക്ഷിക്കാൻ ഇതുപോലെ ഒരാൾ വരുമോ, അല്ലെങ്കിൽ ആരാണ് ഇത് വരിക എന്നൊക്കെ അന്വേഷിച്ച് ഞാൻ കുറെ നാളൊക്കെ നടന്നു. എനിക്ക് ആരും ഇതുപോലെ ഒന്നും കിട്ടിയൊന്നുമില്ല സത്യത്തില്. പക്ഷെ ഞാൻ ഇത്, കാരണം എൻ്റെ മനസ്സിനും ഇത് തകർന്നിരിക്കുകയാണല്ലോ. കാരണം ഇത് ഞാൻ ഈ പറയുന്ന അന്ന് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്നമാതിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചീത്ത പറയും. ഓക്കെ, എൻ്റെ സഹോദരന്മാരെന്നെ ചീത്ത പറയും, എൻ്റെ ഫാമിലി ഫുൾ എന്നെ ചീത്ത പറയണേ. കാരണം എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം നിന്റെ കയ്യിലുണ്ട്. ഓക്കെ, നിനക്ക് ഇത്ര നല്ല ജോലിയുണ്ട്, അതിനനുസരിച്ച് ശമ്പളം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതും നാട്ടിലോ ഒന്നുമല്ല, നീ ദുബായിലാണ് കിടക്കുന്നത്. ഇത്രയും സൗകര്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കണം, നിനക്ക് എന്ത് നിനക്ക് പ്രശ്നം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നം മുഴുവൻ എൻ്റെ അകത്താണ്. ഞാനിരുന്ന് വിഷമിക്കണ ഓരോ ദിവസവും. എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഓഫീസ് ടൈം ആവുന്ന ടൈമിൽ എനിക്ക് ഉള്ളിൽ പേടിയാണ്, ഞങ്ങൾ പോകാൻ പറ്റണില്ല. ഈവൺ എനിക്ക് ഒരു കോള് ഓഫീസിൽ നിന്നാണെങ്കിൽ ഈ IT-കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ IT-കാർക്കും അറിയാം, ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല, മിനിറ്റിന് കോളായിരിക്കും. അത് ശരിയല്ല, ഇത് ശരിയാക്കണം, അത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈവൺ എൻ്റെ ഫോൺ റിങ് എന്ന് പറയാൻ എനിക്ക് ഭയമായി തുടങ്ങി. കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് അത്രയും തകർന്ന്. അപ്പൊ അതായത് ഇത്രയും ബുദ്ധിമുട്ടിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൺ ഇത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലാവണില്ല ഇയാൾ ഇത്രയും സമ്മർദ്ദത്തിലാണ് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിലാണ് പോണത്. പക്ഷെ എല്ലാവരും നോക്കുമ്പോൾ എന്താ, ഒരു സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല, ആ ലെവലിലാണ്. അപ്പൊ എനിക്ക് തീരെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പൊ എൻ്റെ ഒരു പഴയ ബോസ് ഉണ്ട്, എനിക്ക് IT മാനേജർ. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് താങ്കൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം, അതിൽ താങ്കൾക്ക് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാരണവശാലും ഇതിനും സപ്പോർട്ട് ചെയ്യണതല്ല, ഞാൻ പോയില്ല. അദ്ദേഹം തന്നെ എന്നെ വിളിച്ചോണ്ട് പോയി. അദ്ദേഹം തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് എന്നെ ഒരു സെന്ററിൽ ഈ യോഗയ്ക്ക് ചേർത്തു. അങ്ങനെ പിന്നീട് ഞാൻ അവിടെ പോയി തുടങ്ങി. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി അതൊരു ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാനത് പിന്നീട് ഞാൻ കണ്ടിന്യൂ ചെയ്തു തുടങ്ങി. ഞാൻ ഫുൾ എല്ലാ ദിവസവും ചെല്ലും. എല്ലാ ദിവസവും അല്ല, അന്ന് വെള്ളിയാഴ്ച മാത്രമാണ് അവിടെ സെന്ററിൽ ഓപ്പൺ ആവും. എല്ലാ വെള്ളിയാഴ്ചയും പോയി ഞാൻ അവിടെ ഫുള്ള് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒരു ലാക്ക് ഫീൽ ചെയ്യുന്നു. എന്നാലും എൻ്റെ മുഴുവനാവണില്ല എനിക്ക്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. കുറേ ഇഷ്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് വന്നത്. അന്ന് ജോലികൾ നഷ്ടപ്പെടുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ നിരന്നു ഞങ്ങൾ. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. രക്ഷിക്കാനൊന്നും ആൾക്കാരൊന്നും വന്നൊന്നുമില്ല. ഈ ഞാൻ പിന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ ഇങ്ങനെ കിടക്കാണ്. സംഭവം എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്തായാലും ഉള്ളിൽ തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഇതുപോലെ ഒരു സൗണ്ട് ഹീലിങ്ങിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നതൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ അവരെന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പോയിപ്പോ ശരിക്കും പേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം നമ്മുടെ മനസ്സിനെ ഒരാളുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പോകും. അയാൾ എന്ത് പരുവത്തിലാക്കി തരാന്ന് അറിയില്ല എനിക്ക്. ഒന്നാമത് തകർന്നടിഞ്ഞ മനസ്സാണ്, അതിൽ കൂടെ അതും കൊണ്ടാണ് ചെല്ലണത്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ അറിയാം, ഒരുപാട് ആളുകൾ നമ്മളിപ്പോ നമ്മൾ ആളുകളെ കാണുന്ന സമയത്ത് ചോദിക്കണം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവര് ഒരുപാട് പണത്തിന്റെ കഥയെന്ന് പറയാം. ഇന്ന എത്ര രൂപയുടെ 1,00,000 രൂപ പൂജ ചെയ്യും, അല്ലെങ്കിൽ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യണ്. അപ്പൊ നമ്മുടെ മൈൻഡ് എന്താ, ഇത് ചെയ്താൽ ചിലപ്പോ ഇത് ശരിയാവും എന്നുള്ളതിലാണ് നമ്മൾ പോണത്. എന്നാൽ അത് ചെയ്തു, പൈസ വറക്കി അത് ചെയ്തു കഴിഞ്ഞാലും ശരിയാവുന്നില്ല. അഗെയിൻ പുതിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത്. അപ്പൊ ഇനി ഇതുപോലുള്ള ഇഷ്യൂ ആണോ അതില് എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വിഷമിക്കാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിഷമിച്ചിട്ടാണ് അവിടെ ചെന്ന് നിന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവര് ഇത് കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് ഇത് മൈൻഡിനാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആരും മൈൻഡിലേക്ക് പോരില്ല. നിങ്ങളുടെ മൈൻഡിനെ ആരും ഹാക്ക് ചെയ്യില്ല, നിങ്ങളുടെ മൈൻഡിനെ ആരും ഒന്നും ചെയ്യില്ല. അതായത് ഇവിടത്തെ ആരും ഒന്നും ചെയ്യാൻ നിങ്ങളെ വരുന്നില്ല.
അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് അവർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചപ്പോഴാണ് ഞാനിതിലേക്ക് പോകാൻ തയ്യാറായത്. അങ്ങനെ ഞാനിതിൽ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം കടന്ന് എന്താ ഈ 1 മണിക്കൂറത്തെ ആ പ്രോസസ്സ് കഴിഞ്ഞ് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഗുരു. ആ ഗുരുവില് പറയുന്നുണ്ട്, അത് കണ്ണ് കാണുന്ന അതിമനോഹരമായ ലോകമുണ്ട് ഇവിടെ. ഓക്കെ, ആർക്കും കണ്ണ് കാണുന്നില്ല. അപ്പൊ മോഹൻലാൽ പറയുന്നുണ്ട് കണ്ണ് കാണുന്ന അതിമനോഹരമായ ലോകം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ കണ്ണ് തെളിഞ്ഞു പോയി, ബാക്കി ആർക്കും കണ്ണ് കാണുന്നില്ല അവിടെ. അത് എനിക്ക് ഉറക്കാനെ വിളിച്ചു പറയണമെന്ന് തോന്നിയാന്ന്. അതായത് ഇത്ര രസമായിട്ട് ഒരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ളൊരിത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്യണത് കാറ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോണ പോലെയാണ് ഉണ്ടായിരുന്നു. ഞാൻ കാറിൽ ഇരിക്കുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാറാണ് ഓടിച്ച് അവിടെ എത്തണത്. പക്ഷെ തിരിച്ച് ഞാൻ വരുന്നത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് കാറ് വരുന്നത്. ആ ഒരു ഫോഴ്സ് ഓപ്പോസിറ്റായി. അങ്ങനത്തെ ഒരു ഫീലിങ്ങിലാണ് വന്നത്. ഈ ദുബായ് റോഡുകളിലൊക്കെ റോഡ് സൈഡിൽ നിറച്ചും പൂക്കള് വെച്ചിട്ടുണ്ട്. റോഡ് സൈഡ് നിറയെ പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടാണ് അവര് വെച്ചേക്കണത്. ഞാൻ സാധാരണ രീതിയിൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇതൊന്നും കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. ഞാൻ പോണത് എന്തോ ഒരു ഉന്നം വെച്ചിട്ടാണ് പോണത്. ഓഫീസിലേക്ക് എത്തണം, തിരിച്ച് വീട്ടിലേക്ക് എത്തണം, അങ്ങനെ ഒരു എയിമിലാണ്. ഇതൊന്നും ഞാൻ കാണാറ് തന്നെ ഇല്ല. പിന്നീട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ വരാതെ ശ്രദ്ധിച്ചു തുടങ്ങി. ഓരോ സിഗ്നലിൽ നിർത്തുമ്പോൾ പൂക്കളെ കാണാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു തുടങ്ങി ഞാൻ. അത് ഞാൻ ഇന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് അറിയണ്ടോന്ന് അറിയില്ല. അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൈഫ് ഇവിടെ ഉണ്ടായി എനിക്ക്. എൻ്റെ ട്രാൻസ്ഫോം ആയിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു തുടങ്ങി. എനിക്ക് ഒരെണ്ണം കിട്ടിയാൽ പോരാ, എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇത് അന്വേഷിച്ച് വീണ്ടും അവിടെ പോവും. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഫുൾ മൂൺ ഡേയിലാണ് അവരിത് ചെയ്യുക. ബാക്കി ഒരു ദിവസവും ഇല്ല ഈ പ്രോഗ്രാം. അപ്പൊ ഈ ഫുൾ മൂൺ ഡേ ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് എല്ലാ ഫുൾ മൂണുകളും ചെയ്തു. ഒരു 6 മാസം ഫുൾ മൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരാൾ വരുന്നത് അവിടെ. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ പഠിപ്പിക്കുക. പിന്നെ ഞാൻ പഠിക്കാനൊരു അവസരം കിട്ടി. ഞാൻ പഠിച്ചു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല. ഒരാളെ ഇപ്പൊ ഇതൊരു ഹീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വൈറ്റ് ഡിഫിക്കൽട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സിമ്പിൾ ടാസ്ക് ഒന്നും അല്ല അത്. അപ്പൊ ഞാനിത് ചെയ്തു. പിന്നെ അതിന് ശേഷം എനിക്കൊരു യോഗമാണ് വന്നു ചേർന്നത്. അതായത് ഈ ഗുരുവിന്റെ കൂടെ എനിക്ക് കുറച്ച് ദിവസം ഈ ഹീലിങ്ങിന് പോവാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആളുടെ കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പഠിച്ച സാധനമല്ല പ്രാക്ടിക്കലിൽ വരുന്നത്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ പേഴ്സണിലും നമ്മൾ മനസ്സിലാക്കണം, അവരെ അടുത്തറിയണം, എന്നാൽ മാത്രം ഇത്ര കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഈ ട്രെയിനിങ്ങിന് കിട്ടുന്നേക്കാളും കൂടുതൽ എന്നെ പഠിപ്പിക്കാനുണ്ടായി. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഡിസൈപ്പിളായി. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ഇത് മാറിയത്. പിന്നീട് ഞാൻ തന്നെത്താനെ ചെയ്തു തുടങ്ങി. ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ എനിക്ക് കിട്ടി തുടങ്ങി. അദ്ദേഹം ഹെൽപ്പ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഞാൻ തന്നെത്താനെ അത് പഠിച്ചു. ദുബായിൽ കുറച്ച് നാൾ ഇത് ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. ഇപ്പൊ ഏകദേശം ഒരു 3-3.5 വർഷത്തോളമായി ഇപ്പൊ നാട്ടില് ഞാൻ ഈ ദക്ഷ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അടുത്ത് വരുന്ന ഒരാളായിട്ടല്ല നിങ്ങൾ തിരിച്ചു പോവുക. നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ കോടീശ്വരനാവോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന ആളാവില്ല തിരിച്ചിറങ്ങാം. അത് ഞാൻ 100% എനിക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അത്രയും കോൺഫിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളിൽ ഒരാളെയും പേടിപ്പിക്കില്ല. അതായത് നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ടാണ് ഇത് പ്രശ്നം ഉണ്ടായത്, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നാളെ മറ്റത് ചെയ്യണം, ഇതൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയണത് നിങ്ങളുടെ ഇന്നർ കോറിന്ന് വരണം. അത് ഓക്കെ, നിങ്ങളുടെ ഇന്നർ കോറിന്ന് വരണം കൃത്യതയോട് കൂടിയിട്ട്. ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത്, അത് അയാൾ ചെയ്തിരിക്കും. അത് എനിക്ക് 100% ഉറപ്പാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനിത് എല്ലാ ആളുകളിലും ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. വന്ന ഒരു 10 ആളാണ് എൻ്റെ അടുത്ത് വന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 ആളിലും
100% ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് വേണം തന്നെ എനിക്ക് പറയാനായിട്ട്. കാരണം ഞാനിതൊരു അഹങ്കരിക്കണതോ ഒന്നുമല്ല, പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ്. ഇത് ജനങ്ങൾ അറിയണം, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഈ ലോകത്ത് തന്നെയുണ്ട്. നമ്മളിൽ തന്നെ പരിവർത്തനം ഉണ്ടാക്കിയാൽ അത് തന്നെയാണ് ഈ ലോകം മാറുന്നത്. അതല്ലാതെ നമുക്ക് ഒരാളെ ചേഞ്ച് ചെയ്യാനോ ഒരാളെ നിർബന്ധിക്കാനോ ഒരിക്കലും പാടില്ല. ഇന്നത് നിങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, നിങ്ങൾ ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന മാതിരിയെ നിങ്ങൾ കിടന്നുറങ്ങാൻ വേണം, കാലത്ത് ഇത്ര മണിക്ക് എണീക്കണം, ഇങ്ങനെയൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഇങ്ങനെ ഒരു കാര്യത്തിലും ഒന്നും പറയുന്നില്ല. ഒരു കാറ്റലോഗോ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം ഇതൊന്നും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ അറിയണത് നമുക്ക് തന്നെയാണ്. ഓക്കെ, ആ നമ്മളാണ് നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ പല ആളുകളും പല ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഗുരു വേണം, എനിക്കത് വേണം, ഇത് വേണം, ഗുരുവിനെ അന്വേഷിച്ച്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത്, ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്ത് തന്നെയായിരിക്കും. അല്ലാണ്ട് വേറെ പുറത്ത് നിങ്ങൾക്ക് ഗുരുവിനെ കാണാൻ പറ്റില്ല. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഗുരുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെല്ലാവരും ഗുരുക്കന്മാരാവും. ഒരാളെന്നല്ല, എല്ലാ ആൾക്കാരും. അതായത് നമുക്ക് അത്രയും ബഹുമാനവും അത്ര റെസ്പെക്ട് ഇതൊക്കെ തരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. എല്ലാവരും നമ്മൾ അന്വേഷിച്ച് വരും. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയണം നമ്മളെന്താണെന്നും നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഇത് എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നോക്കിയാൽ നമ്മളെല്ലാവരും ചിന്തയാണ്, ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല ലോകത്ത്. നമുക്ക് എല്ലാം പിടിച്ച് ഇവിടെ കെട്ടി എല്ലാം നമുക്ക് എന്താ പറയാ എല്ലാം പടവെട്ടി നമ്മൾ നേടി കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്? ഈവൻ ദോ നമ്മൾ ഈ ബോഡി തന്നെ ഇവിടെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതല്ലാതെ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല. ഈ ബോഡി അടക്കം ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആർക്കും പോകാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ടാണ് എന്ന് കരുതിയിട്ട് പണം വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നതല്ല. റിയൽ ആയിട്ട് നമുക്ക് പണം വേണം. പണം എന്ന് പറയുന്ന എനർജിയിലും കൂടി ജീവിക്കാൻ തന്നെ പറ്റില്ല. ഓക്കെ, അപ്പോ ഈ പണം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി തന്നെ നടക്കുള്ളൂ. അതല്ലാതെ ഈ നമ്മൾ ഒന്നും വേണ്ട എന്ന് പറയണത് അത് റോങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഒന്നും ഇല്ലാത്ത ഈ അവസ്ഥയിൽ എല്ലാം ഉണ്ടാക്കാൻ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആ ശക്തിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ഒരു സൗണ്ട് ഹീലിംഗ് ഞാനിപ്പോ സാറിന്റെ അടുത്ത് ഇതിനു വേണ്ടി സമീപിക്കുവാണ്. അത് ഞാൻ എത്ര തവണ ചെയ്യേണ്ടി വരും? സാധാരണ രീതിയിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മിനിമം ഒരു 3 days എങ്കിലും ചെയ്യണം എന്നാണ് പറയാം. ചില ആളുകൾക്ക് റയർലി നമ്മൾ കാണും, ചില ആളുകൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മാറുന്ന ആളുകളുണ്ട്. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, എൻഡ് ഓഫ് ദ ലൈഫ് വരെ അത് അവർക്ക് വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് ആളുകൾക്ക് ഒരു 3 days എങ്കിലും മിനിമം ചെയ്യാം. പിന്നെ കുറേ കൂടിയും ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ 7 days വരെ പോവാം. അതിൽ കൂടുതൽ നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഇല്ല. ഈ 7 daysലേക്ക് പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് ആയി തുടങ്ങുന്നത്. ഇപ്പൊ നമ്മള് ഇത് ഇപ്പം ഒരു പൂജ കർമ്മങ്ങളൊക്കെ ആണെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു പൂജാ കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്ര മാസത്തോളം, ഇപ്പൊ സാറ് പറഞ്ഞു സാർ ഇത് ചെയ്യാൻ പോയ സമയത്ത് ഫുൾ മൂണുള്ള ടൈമിൽ മാത്രമാണ് അവരിത് ചെയ്തിരുന്നേന്ന്. ഇപ്പൊ പക്ഷെ സാറ് ചെയ്യുന്നതും അങ്ങനെ ഫുൾ മൂൺ നോക്കി തന്നെയാണോ? ഫുൾ മൂണിന് നമ്മൾ ചെയ്യും. ഇത് ഫുൾ മൂണിനാണ് ഓൾമോസ്റ്റ് ആളുകളും ചെയ്ത ആളുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സും ചന്ദ്രനും തമ്മിൽ ഭേദമായ ബന്ധമാണ്. ഇതില് ഇത് കാര്യം പറയണത് എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ 70% വാട്ടറും 30% കരയാണുള്ളത് ലാൻഡായിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഓക്കെ, അപ്പോ ഈ ചന്ദ്രൻ വരുന്ന സമയത്ത്, അതായത് ചന്ദ്രനുള്ള സമയത്ത് വേലിയേറ്റം വളരെ ഹാപ്പിനെസ് ആയിരിക്കും. ഭൂമിയിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഈ താമര വിരിയല് ഇതൊക്കെ നടക്കുന്നതൊക്കെ ആ ചന്ദ്രൻ വരുന്ന സമയങ്ങളിലാണ്. അപ്പോ അതുപോലെ തന്നെ ചന്ദ്രൻ ഇല്ലാത്ത ദിവസം വരുന്നത് അമാവാസി വരുന്ന സമയത്ത് ഡ്രെയിൻ ആവും, വെള്ളമൊക്കെ ഇറങ്ങും, കടലിൽ നിന്ന് ഇറങ്ങലൊക്കെയാണ് സംഭവം. വേലിയേറ്റം വയലിറക്കം എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ ഇത്രയും ഭൂമിയിൽ എങ്ങനെയാണുള്ളത് അത് തന്നെയാണ് നമ്മുടെ ശരീരം.
ഓക്കെ, പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കി. ഇതും അത് തന്നെയാണ്, ഭൂമിയും അത് തന്നെയാണ്, നമ്മളും അങ്ങനെയാണ്. വെള്ളം എത്ര പെർസെന്റേജ് അത് തന്നെയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ വരുമ്പോ ഭൂമിക്ക് എന്തുണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും കാണണ്ടേ? ഉറപ്പായിട്ടും അവിടെയും കാണും ഇത്. അപ്പൊ മൈൻഡ് ഹാപ്പി ആയിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ഇതിനെ അഫക്ട് ചെയ്യാൻ സാധിക്കുക. കാരണം വെള്ളം എല്ലാവിടേക്കും അലയടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നമ്മളുടെ ശബ്ദം സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയിലൂടെ അതായത് എയറിൽ കൂടെ ശബ്ദം സഞ്ചരിക്കണതിന്റെ 1000 മടങ്ങ് വാട്ടറിൽ കൂടെ സഞ്ചരിക്കും. അപ്പൊ വെള്ളം ഏറ്റവും കൂടുതലും അലയടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കിത് വിടുന്ന സമയത്ത് എത്ര എഫക്ട് ഇതിനെ കാണും. മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. അതെ, അങ്ങനെയാണ് പറയാറുള്ളത്. ഇപ്പൊ ജ്യോതിഷത്തില് അങ്ങനെ തന്നെ വഴിപാടുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നേ. ആ ഒരു ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. കണക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു തിയറിയാണ് ഇതിന്റെ ഉള്ളിൽ പോകുന്നത്. മറ്റേത് വേറൊരു തിയറിയിലാണ് അതും പോകുന്നത്. പക്ഷെ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാം ഭൂമിയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് നമുക്കിപ്പോ അറിയാവുന്ന ഒരു സൂര്യനാണ്. സൂര്യനെ കണ്ടിട്ടുണ്ട് ഇല്ല, ചന്ദ്രനെയും കണ്ടിട്ടുണ്ട്. വേറെ ഇപ്പൊ ശുക്രൻ എന്നൊക്കെ പറഞ്ഞ കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ പറയാം ഒരു പൊട്ടുക, ഒരു നക്ഷത്രം, അതാണ് ശുക്രൻ ആരോ പറയണത്, നമ്മളും വിശ്വസിക്കണത്. ഓക്കെ, പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ 3 ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഭൂമിനെയും കണ്ടിട്ടുണ്ട്, ചന്ദ്രനെയും കണ്ടിട്ടുണ്ട്, സൂര്യനെയും കണ്ടിട്ടുണ്ട്. ഇതില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ റിയാലിറ്റിയിൽ കാണുന്നുണ്ട്. ഈ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രമേ ഇതിൽ സംസാരിക്കണുള്ളൂ അവര്. അതല്ലാതെ നമ്മൾ കാണാത്ത, നമ്മളെ നഗ്നനേത്രം കൊണ്ട് കാണാത്ത കാര്യങ്ങളൊന്നും പറയണില്ല. അതായത് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എന്താണ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ശബ്ദം എന്ന് പറയണത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ആവൃത്തി മുതൽ അടുത്ത ആവൃത്തി വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അത് വിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവണം. ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, അതിലും ഉള്ള അൾട്രാസോണിക് സൗണ്ടുകളൊക്കെ വരെ ആനയ്ക്കും ഈ ബ്ലൂ വെയിലിനൊക്കെ അറിയാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഈവൺ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഇതിലൊക്കെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇതില് വരുന്ന ഓരോ കാര്യങ്ങള്. അപ്പൊ നമ്മൾ സംസാരിച്ചത് ഈ ശബ്ദം ഈ മനുഷ്യ ശരീരത്തിൽ ഈ ഫുൾ മൂണിന് വരാൻ കാരണം ഇതാണ് അതിന്റെ ഒരു കാര്യം. ഫുൾ മൂണിന് നമ്മൾ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരും ഇതിനകത്ത്. അപ്പൊ നമ്മളത് ഇങ്ങനെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് ചിലപ്പോ ഇങ്ങനെ ഒത്തിരി ടൈംസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. 7 മാക്സിമം 7 അതി വിട്ടിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആർക്കും. പിന്നെ ഇത് ഗർഭിണികൾക്ക് ഉപയോഗിക്കും, ചെയ്യുന്നുണ്ട്. അത് ഈ കുട്ടികൾക്ക്, ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഇതിന്. അപ്പോ ആ ഗർഭിണികൾക്ക് ആവുന്ന ടൈമില് അവരുടെ ആ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു 15 ദിവസം കഴിയുമ്പോഴും ഓരോ പ്രാവശ്യം വെച്ച് ചെയ്യാം. അതായത് 3 മാസം മുതൽക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ ഇപ്പം പ്രഗ്നന്റ് ആയവർക്ക് ചെയ്യുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? അതായത് ഈ പ്രഗ്നന്റ് ആയ ആളുകൾക്കൊക്കെ ഈ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ശബ്ദം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദന ഒക്കെ വളരെയധികം ഈസി ആയി മാറും. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസി പീരീഡ് അവർക്ക് വളരെയധികം ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റും. ഇതിലൂടെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനാണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇമോഷനെ ഹൈ ആക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇമോഷണലി ഡൗൺ ആവുന്ന സമയമാണ് ഇതൊക്കെ. നമുക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യം വരും, ഇതൊക്കെ വരുന്ന ഒരു പീരീഡാണ്. പക്ഷെ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ പിന്നെ അതിലൂടെ മാത്രല്ല ഞാനൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്പേമും ഓവനും കൂടിയിട്ട് കൂട്ടി വരുമ്പോഴാണ് ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ഭ്രൂണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഭ്രൂണം വെറുതെ ഉണ്ടായാലൊന്നും ഒരു മനുഷ്യനാവില്ല അത്. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് ഒരു എനർജി പെനിട്രേറ്റ് ചെയ്യണം, കയറണം അതിന്റെ ഉള്ളിൽ. അതായത് ആത്മാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനം അതിന്റെ ഉള്ളിൽ കയറണം. അതല്ലാണ്ടൊന്നും ഒരു കുട്ടിയായിട്ടൊന്നും ഒരു മനുഷ്യനായിട്ടൊന്നും വരില്ല, അതിന് ജീവൻ വരില്ല. ഓക്കെ,
അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം വന്ന് കേറുമ്പോ അതിന് രണ്ട് കാര്യങ്ങളാണ് അത് കൊണ്ടുവരിക. ഒന്ന്, അതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് ഒരു മനസ്സ്, അതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺഷ്യസ്നെസ്സും മനസ്സും ഒക്കെ കൂടി വരുമ്പോ, അതായത് മനസ്സ് ഫുള്ളി ബ്ലാങ്ക് ആയിരിക്കും ആ ടൈമിൽ വരുന്ന, ഫുൾ ക്ലീൻ ആയിട്ട് ഒരു സ്ലേറ്റ് ആയിട്ടാ വരിക, ഒന്നുമില്ലാതെയാണ് വരുന്നത്. കോൺഷ്യസ്നെസ് കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും ജന്മത്തിലെ കഥയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരും കോൺഷ്യസ്നെസ്, അതായത് റിയൽ ആയിട്ട് കണക്ഷൻ ഉള്ളത്. അതായത് അതിനകത്താണ് ഈ DNA എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത്. ഈ DNA ഈ സംഗതിയൊക്കെ ഇരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പഴയ കാര്യങ്ങളൊക്കെ അതിലാണ് അറ്റാച്ച് ചെയ്യുക. ഇതും കൊണ്ടാണ് ഇത് വരിക. ഇത് അതിൻ്റെ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനായി. ഫസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം മൈൻഡാ. മൈൻഡ് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. മൈൻഡ് വൈബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടവർ മാതിരി ഇത് വൈബ്രേറ്റ് ചെയ്ത് ഫ്രീക്വൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം ഏത് ഫ്രീക്വൻസിയാണ് ഇതിന് കിട്ടുക നോക്കും. അങ്ങനെ ആദ്യം കിട്ടുന്ന ഫ്രീക്വൻസിയാണ് സ്വന്തം അമ്മയുടെ വൈബ്രേഷൻ, മൈൻഡിന്റെ വൈബ്രേഷൻ കിട്ടുക. അതപ്പം തന്നെ ഇതിന് കണക്ട് ചെയ്യും ഇതിരുന്നിട്ട്. അങ്ങനെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ വൈബ്രേഷനാണ് ഇതിന്റെ സ്വന്തമാണ്, അമ്മയുടെ. ഓക്കെ, ഇത് അമ്മയാണോ എന്താണെന്നൊന്നും ഇതിന് അറിയില്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല അതിനകത്ത്. ഇതാണ് ഇതിന്റെ സ്വന്തമാണത്. അത് കണക്ട് ചെയ്യാനായിട്ട് ഇത് ഒരിക്കലും സമ്മതിക്കില്ല, ഇതായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിലൂടെ കിട്ടുന്ന മെസ്സേജുകൾ, അതായത് ഈ അമ്മ ഏത് ഇമോഷനിലാണ് ഇരിക്കുക, അപ്പൊ ദേഷ്യത്തിലാണെങ്കിൽ ഇത് വിചാരിക്കണ ഈ ദേഷ്യമാണ് ആവശ്യം എന്നാണ് ഈ കുഞ്ഞു വൈബ്രേഷൻ മനസ്സിലാക്കുക. അമ്മ സന്തോഷമായിട്ടിരിക്കണമെങ്കിലോ ഇത് തോന്നുക ഇതിന് സന്തോഷമാണ് വേണ്ടതെന്നാണ് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ഹീലിംഗിൽ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ സന്തോഷം അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിക്ക് ഈ സന്തോഷം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് എത്ര ഹാപ്പി ആയിട്ട് അപ്പൊ അകത്തിരിക്കുന്നുണ്ടാവും. ആ ഒരു പ്രോസസ്സാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നീട് ഈ കുട്ടി, അതായത് ഇതിലൂടെ നമുക്ക് ഈ പഴയ കാർമിക് എഫക്റ്റുകളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് പല കാർമിക് എഫക്റ്റിനും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഹീലിംഗിലൂടെ. അപ്പൊ ഇത് ഡിസ്കണക്ട് ആയി പോയി കഴിഞ്ഞിട്ട് കാർമിക് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു കുട്ടി പുറത്തേക്ക് വരുമ്പോ ഉണ്ടാവുന്ന അതിന്റെ അനുഭവം എൻറ്റയർലി ഡിഫറെന്റാ. ഓക്കെ, ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ കാർമിക് എഫക്റ്റ് ഒക്കെ പോയി കഴിയുമ്പോൾ ഇത് ഹാപ്പിനെസ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കും ഇതിനകത്ത്. ഈ ഹാപ്പിനെസ് ഫിൽ ചെയ്ത് വരുമ്പോ അമ്മയുടെ ഇതും ടെക്സ്ചറൊക്കെ മാറുന്നു. ഓക്കെ, ഫുള്ള് ഇവരുടെ പാറ്റേൺ ഒക്കെ മാറും. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവര് വരിക. കുട്ടി എങ്ങനെയായിരിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം ഉണ്ടാവുന്ന കുട്ടി എങ്ങനെയായിരിക്കും? കുട്ടി ഫുള്ളി ഹാപ്പിനെസ്സിലായിരിക്കും ഉണ്ടാവുക. അത് ഒരുപാട് സാധനങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക്. ഓക്കെ, അതായത് ഇവിടെ എല്ലാം അട്രാക്ഷനിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. മൈൻഡാണ് എല്ലാത്തിനും അട്രാക്ട് ചെയ്യുന്നത്. മൈൻഡ് എന്ത് ചിന്തിക്കുന്നോ ആ സാധനത്തിന് അട്രാക്ട് ചെയ്യും. നമുക്കിത് ഇപ്പോ ജനിച്ചതിന് ശേഷമുള്ള കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അതിന് മുൻപുള്ള ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ജനിച്ചു വന്നിട്ട് ഉള്ള കുട്ടികൾക്ക്, ഓൾറെഡി ജനിച്ചു കുട്ടിയായിട്ട് ഇരിക്കുന്ന കുട്ടികൾ, 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളായി എന്ന് വിചാരിച്ചു, അവർക്ക് ഇത് ചെയ്യുമ്പോൾ അവരുടെ കാർമിക് എഫക്റ്റ് ഒക്കെ കട്ടായി. ഈ പറയുന്ന ഈ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ 3 ദിവസം മതിയാവും, അപ്പോഴേക്കും ഇതൊക്കെ ഡിസ്കണ്ടിന്യൂ ആവും. അതാവുമ്പോ അവരിൽ ഉണ്ടാവുന്ന മാറ്റം ഭയങ്കര ഗ്രോത്ത് ആണ് ഉണ്ടാവുക. അതായത് അവര് ഒരുപാട് കാര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വരും, അവരുടെ ലൈഫ് തന്നെ മാറി തുടങ്ങും. ചില ആളുകൾ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. എൻ്റെ കൂടെ ഒരു 5-8 ആളുകളാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ. അപ്പൊ അവരായിട്ട് എല്ലാ ദിവസവും കാലത്ത് ചെല്ലുക, ഇടിയുണ്ടാക്കുക. കാരണം ഞാൻ ലേറ്റ് ആകുമ്പോൾ അവരെന്നെ ചീത്ത പറയും, ഞാൻ അവരെ ചീത്ത പറയും, ബഹളം, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഒപ്പം എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോട് കൂടിയിട്ടാണ് പിരിയുന്നത്. ഇതൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കും അറിയാവുന്ന കാര്യം ഇതൊക്കെ. അപ്പോ ഞാൻ പറയണത്, ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മാറി. ഞാൻ ആ IT ഫീൽഡിൽ നിന്ന് മാറി. അപ്പൊ തന്നെ എൻ്റെ ആ കാർമിക് കഴിഞ്ഞപ്പോ എൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള എൻ്റെ കൂട്ടുകാര്, എൻ്റെ ആ പഴയ ടീമുകള്, ഇതൊക്കെ പോയി. ഇപ്പൊ പുതിയ പുതിയ ആളുകളാണ് എൻ്റെ അടുത്ത് വരുന്നതും. നമുക്ക് ആവശ്യമില്ലാത്തതിനെ കളയുകയും ചെയ്യും. തീർച്ചയായിട്ടും വിട്ടുപോകും. പിന്നെ ആവശ്യമില്ലാത്ത ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പറ്റില്ല.
അതായത് ഇപ്പൊ ഒരാള് ഒരു നെഗറ്റീവായിട്ട് ഒരാള് വരുന്നെന്ന് വിചാരിച്ചോ, നമ്മുടെ അടുത്ത് വരുന്നത്, അയാൾ യുദ്ധത്തിനാണ് എന്റെ അടുത്ത് വരുന്നത് വെച്ചാൽ അയാൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതായത് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാള് വിട്ടു ഓടിക്കോളും, തന്നെത്താനെ വിട്ടുപോകും അയാള്. അതായത് ഇത് എന്റെ അനുഭവങ്ങളാണത് ഞാൻ പറയണത്. അതായത് എന്നോട് ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലിക്ക് പോവില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറിയിരുന്ന ആളുകളാണ്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അതൊക്കെ. അപ്പൊ എല്ലാവർക്കും ദേഷ്യമാണ് എന്നോട്. കാരണം ഞാൻ വന്ന കാശ് ചോദിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണല്ലോ ഇത് നിരന്ന് നിൽക്കുന്നത് എന്റെ മുമ്പിൽ. അപ്പൊ ആളുകൾക്ക് എന്നെ കാണുന്നത് തന്നെ ഭയങ്കര കലിയാണ്, മനസ്സിലായില്ലേ? ആ പീരീഡില് എന്റെ അടുത്ത് വന്ന ആളുകളൊക്കെ ഇറങ്ങി ഓടി. കാരണം എന്റെ കർമ്മയുടെ ആ ഒരു ഭാഗമാണ് ഇവരൊക്കെ എന്നോട് ദേഷ്യമാവണം എന്നുള്ളത്. അത് കട്ടായി കഴിഞ്ഞപ്പോ പിന്നെ ഇവർക്ക് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. ഇന്ന് ഇപ്പൊ എന്റെ ഒരു പൊസിഷൻ ആയി, ഈ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുമ്പോ അവരൊക്കെ ഇപ്പൊ വിഷമിക്കാണ് എന്റെ അടുത്ത് വരാനായിട്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് എന്നെ ചീത്ത പറഞ്ഞ ആളുകളാ. ഓക്കെ, അവർക്ക് ഇന്ന് എന്നോട് അടുക്കാൻ പറ്റില്ല. കാരണം അത്രയും എന്നെ അജിറ്റേറ്റ് ചെയ്യിപ്പിച്ചു, എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കർമ്മ കട്ടായിപ്പോ നേരെ ഉൾട്ട, അതായത് നേരെ തിരിഞ്ഞു എന്റെ ലൈഫൊക്കെ. ഇന്ന് ഒത്തിരി ഒത്തിരി ആളുകൾ എന്നെ കാണാൻ വരുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് എന്റെ അടുത്തുനിന്ന് കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു എന്താ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലിയർ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ എല്ലാ ആളുകളുടെ അടുത്തും പറയുന്നത്, അതായത് എൻ്റെ അടുത്ത് വന്ന ആളാവില്ല പിന്നെ തിരിച്ചിറങ്ങാം, അത്ര എനിക്ക് ഗ്യാരണ്ടി തരാം. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയില്ല. നമ്മളിപ്പോ ഒരു ഇത് വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് ഉണ്ടാവും, ഇത് സംഭവിക്കും, ഇതൊന്നിന്റെ ആവശ്യമില്ല. നമ്മളെ തിരിച്ചറിഞ്ഞാൽ നാളെ എന്താവണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. വേറെ ലൈഫിലേക്ക് വേറെ ഷിഫ്റ്റ് ഇല്ല. പിന്നെ അത് കൃത്യമായിട്ട് അവിടെ സംഭവിച്ചിരിക്കും. ഇത് ഇപ്പൊ ഈ വണ്ടോ താങ്കൾ എന്നെ വിളിക്കുന്നത്, താങ്കളുടെ ഉള്ളിൽ എന്നെ എവിടെയോ കണ്ടപ്പോ ഒരു ഫയർ തോന്നിയിട്ടാണ് താങ്കൾ എന്നെ വിളിക്കുന്നത്, ഇയാളിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത്. അതാണ് ഇപ്പൊ ഇന്നത്തെ ഒരു ഇതായിട്ട് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിനകത്താണ് ഇത് ഫയർ. ബുർജ് ഖലീഫ ഉണ്ടായത് ആരുടെ ഒരു മനസ്സിലുണ്ടായ ഒരു ഫയറാണ്. ഓക്കെ, അതുപോലെ സാറ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴേ സാറ് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം അതുണ്ടാവുന്നത് നമ്മുടെ മനസ്സിലായിരിക്കും. അതെ, മനസ്സാണ് പ്രധാനം. തീർച്ചയായിട്ടും മനസ്സ്, അതായത് നമ്മുടെ മൈൻഡാണ് എല്ലാം ഇവിടെ. ഇപ്പൊ എല്ലാ ആളുകളുടെയും ഇപ്പൊ എന്റെ മൈൻഡാണ് എന്റെ ഈ ലോകം എന്ന് പറയുന്നത്. എന്റെ കാറ്, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കള്, ഇതൊക്കെ എന്റെ മൈൻഡാണ്. അതാണ് സാറിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മള് സ്റ്റാർട്ടിങ്ങില് ലോകം അവസാനിക്കൂ, ലോകം അവസാനിക്കൂ, സാറ് പറഞ്ഞ അവസാനിക്കും, ലോകം അവസാനിക്കും. അതായത് നമ്മള് ആരാണ്, ഇപ്പൊ എന്റെ ലോകം അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം, അപ്പൊ എന്റെ ആ ലോകം അവസാനിക്കുകയായി. പക്ഷെ നിങ്ങളുടെ ലോകം എപ്പോഴും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളുടെ ലോകം അവസാനിക്കില്ല. ഓക്കെ, നിങ്ങൾ മരിക്കണം, അപ്പൊ നിങ്ങളുടെ ലോകം അവസാനിക്കും. അതാണ് ലോകാവസാനം. അതല്ലാതെ ഒന്നുമില്ല ഇവിടെ. ബാക്കിയല്ലല്ലോ, ഈ ഭൂമിയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഈ കാണുന്ന ഈ ലോകവും ഇതൊക്കെ എപ്പോഴും എന്നും ഉണ്ടാവും. നാളെയും സൂര്യൻ ഉദിച്ചുണ്ടാവും. അതിലൊന്നും ഒരു ഡൗട്ട് ഇല്ലാത്തൊരു സംഭവമാണ്. അതൊക്കെ അതുപോലെ തന്നെ കടന്നു പോകും. ഈ ജീവിതവും അങ്ങനെയാണ് പോണത്. ഇപ്പൊ എൻഡ് ഓഫ് ദ ലൈഫ് നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്തായിരിക്കും അടുത്ത, മരിച്ചാൽ എന്ത് സംഭവിക്കും, ആളുകളുടെ ഒരു ചോദ്യമാണ്. ആഫ്റ്റർ ഡെത്ത് നത്തിങ്. അതായത് നിങ്ങളുടെ ബോഡി പരിഷായി, ഇവിടെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ മണ്ണിൽ ജീർണിച്ച് പോവുകയോ ചെയ്യും. അത് നിങ്ങൾക്കൊരു എനർജി ഉണ്ട്, ആ എനർജി അടുത്ത മാറ്ററിലേക്ക് ഷിഫ്റ്റ് ആവും, അടുത്തതായിട്ട് മാറുന്നു. എനർജിക്ക് എന്തായാലും കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് ഒരു ഓർമ്മയുണ്ടാവില്ല. അത് ആ എനർജി പോകുമ്പോ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ എനർജി കൊണ്ടുവരുന്ന എന്താ, കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു മൈൻഡ്. ഇതും കൊണ്ട് തന്നെയാണ് തിരിച്ചു പോവാത്. അപ്പൊ മൈൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുക. പോവും. പക്ഷെ കോൺഷ്യസ്നെസ്സിൽ അത് റൈറ്റ് ചെയ്യുന്നുണ്ട്, സംഭവം റൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും അതിൽ റൈറ്റ് ചെയ്യും. അതാണ് പോണത്. അത് ആ മാറ്ററായിട്ട് അടുത്തേക്ക് പോകും. ചിലപ്പോ വല്ല ഇരുമ്പായിട്ടാണായിരിക്കും മാറുക, അല്ലെങ്കിൽ വേറെ കരിക്കട്ടയായിട്ട് മാറും, ഇതൊക്കെ ആവും. പക്ഷെ അത് എനർജിയാണ്. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഈ ചുമരും ഈ ക്യാമറയും ഇതൊക്കെ വേറെ വേറെ എനർജികളാണ്.
ഓക്കെ, എനർജീനെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇതന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത്. ഇത് അങ്ങോട്ട് പോവും, പിന്നെ അടുത്തൊരു ഒരു ചാൻസ് അതിന് കിട്ടുമ്പോൾ അത് അടുത്തൊരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. കയറുന്ന സമയത്ത് എന്തായി, ആ ഇതന്നെ കർമ്മ അതിലേക്ക് എഴുതി വെച്ചാൽ കർമ്മ ഇടക്കായിട്ടാണ് ഇത് കയറി വരാം. പക്ഷെ ചില ആളുകളിൽ പറയുന്നുണ്ട്, അതായത് സത്കർമ്മം ചെയ്ത് ലാസ്റ്റ് എൻഡിലാണ് പോണതെന്ന് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ വരുമ്പോ ആ ക്ലിയർ ആയിട്ടുള്ള ഫോമിലേക്കാണ് വരിക. ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോമിലേക്കാണ് വരിക. ആ ഫോമാണ് പിന്നെ വർക്ക് ചെയ്യാൻ പോണത്. ഇപ്പോ നമ്മളിപ്പോ നേരത്തെ സംസാരിച്ച പോലെ ജനിക്കാൻ പോണ ഒരു കുട്ടിക്ക് ഈ ഹീലിംഗ് കിട്ടണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അത് ക്ലോസ് ചെയ്തിട്ടിട്ട് വേണം പോകാനായിട്ട് ആയിരിക്കും അത്. ഇപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്റെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എവിടെയോ മുട്ടി നിൽക്കണ്ടായിരുന്നിരിക്കാം, അവിടെ നിന്നായിരിക്കും ഈ സംഭവം വരുന്നത്. പക്ഷെ ആദ്യത്തെ എന്റെ കർമ്മ കുറെ ഉണ്ടായിരുന്നു, അത് കയറാൻ വേണ്ടിയിട്ടാണ് എന്നെ ആളുകൾ ചീത്ത പറയണതും എന്നെ കഷ്ടപ്പെടുത്തിയതും ഇതൊക്കെ. ഇനി അതിലേക്ക് പോവല്ല, ഇനി പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഞാൻ ഷിഫ്റ്റായി. കാരണം എൻ്റെ ആ കട്ടായ ഇതിലേക്ക് മാറി കഴിഞ്ഞു, ഇനി തിരിഞ്ഞ് പുതിയതിലേക്ക് കയറുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിപ്പോ, പുതിയ ലൈഫായി, പുതിയ പുതിയ ആളുകൾ, എന്നും പുതിയ ആളുകളെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. മറ്റേ ഞാൻ സ്ഥിരം കണ്ടിരുന്ന ആ ഒരു 8 ആളുകളെ തന്നെയാണ് ഡെയിലി കാണുന്നത്, വർഷങ്ങളോളം കണ്ടുകൊണ്ടിരുന്നവരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ പുതിയ ആളുകൾ. ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ കണ്ടു, നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ എന്ന് പറയുമ്പോ ആ ലൈഫ് ട്രാൻസ്ഫോം ആയി. ഇങ്ങനെ തന്നെ എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് പോണത്. ആരും നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല. പല ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ആളുകൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഓടുന്നുണ്ട്. പക്ഷെ അതിനെ എൻജോയ് ചെയ്യാനായിട്ട് മാറ്റാൻ പറ്റണം. അതിനെ എൻജോയ് ചെയ്യാനായിട്ട് ഒരു വഴി ഒരുക്കാനായിട്ട് നിങ്ങൾ സാധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങും. നിങ്ങൾ ആരോടും ചോദിക്കാൻ ചെന്നിക്കേണ്ടി വരില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളെയും എന്നെ തന്നെ ആക്കുകയാണ് ചെയ്യണത്. അതായത് ഞാൻ എന്താണോ അതുപോലെ ആക്കി കൊടുക്കണയാണ്, അതുപോലെ തന്നെ ഷിഫ്റ്റ് ആക്കണം. അതല്ലാതെ ഞാനൊരു ഗുരുവായിട്ട് ഇരുന്നിട്ട് കുറെ ശിഷ്യന്മാര് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേതാവ്, ബാക്കിയുള്ളൊക്കെ പടയാളികള്. ഓക്കെ, ഞാൻ നേതാവ്, ബാക്കി എല്ലാവരും പടയാളികളാണ്. നിങ്ങളൊക്കെ പടയാളികൾ, എനിക്ക് വേണ്ടി പണിയെടുക്കുക, ഞാൻ പറയും, നിങ്ങളത് കേൾക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ സ്കീം. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാവണത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. പക്ഷെ ഞാൻ ഭയങ്കരനാണ് അതൊന്നുമല്ല ഞാൻ ഇതിൽ കാണിക്കുന്നത്. സംതിങ് അതൊരു ഡിഫറെന്റ് ഏരിയ ആണ് ഇത്. നമ്മുടെ ലോകം ഇവിടെ തന്നെയാണ് ശരിക്കും പറഞ്ഞ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം ഇവിടെ തന്നെയാണ്, നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് മാത്രം നിങ്ങളുടെ എഴുതി. അതായത് ആ സിനിമയിൽ പറഞ്ഞ പോലെ കണ്ണ് കാണുന്ന ഒരു അതിമനോഹരമായ ലോകം ഇവിടെ ഉണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ആരോടും നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾക്ക് തന്നെത്താനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, നിങ്ങൾ വിഷമിച്ച് കഴിഞ്ഞാൽ അതിനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ നിങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടന്നു പോകാനും പറ്റും. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കാണിച്ചു വരുന്നത്. താങ്ക് യു സർ. താങ്ക് യു.